ഗോസ്റ്റ് ഓഫ് സുഷിമ ഇല്ലേ? അതായത് മറ്റേ മംഗോളിയൻസിന്റെയും ജാപ്പനീസിന്റെ അവരുടെ പണ്ട് നടന്ന യുദ്ധങ്ങൾ സംഭവത്തിന് ഒരു സ്റ്റോറിയൊക്കെ അത് അത്രയും ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. സ്റ്റോറി ആ ഒരു പോകുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി പോകുന്ന സാധനം. പിന്നെ അവരുടെ ആ കൾച്ചർ ആ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മെയിൻ സാധനം. ഹിസ്റ്ററിയിലുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ മറ്റേ ഇതിന്റെ ഈ എക്സ്പാൻഷൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. മംഗോൾ എംപയർസിന്റെ എക്സ്പാൻഷൻസ് അതൊക്കെ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് ക്യാമ്പർ സെറ്റ് ചെയ്യുക, അവരെന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആയത്, അങ്ങനെ കുറെ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് അതിന്റെ ഒരു ത്രില്ലിൽ ഇരിക്കുമ്പോഴാണ് ഇവ ഇതിന്റെ ട്രെയിലർ കാണിക്കണത്. അതായത് ട്രെയിലർ അപ്പോൾ വാക്ക് ത്രൂ കാണിക്കണത് ഫസ്റ്റത്തെ ആ ഒരു സംഭവം കൊണ്ട് അത് മംഗോളിയൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജാപ്പനീസ് ആയിട്ടുള്ള അവരെ വാരിയേഴ്സ് വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് യുദ്ധം ചെയ്യണം. ആ ഒരു സംഭവം അത് റിയൽ വാർഫെയറിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ആ ഒരു ലൈറ്റ് അവരുടെ സ്ട്രാറ്റജി കാണിക്കണുണ്ടായില്ല അല്ലേ? യുദ്ധത്തിലെ ഏറ്റവും വലിയൊരു തെണ്ടിത്തരം പറയുന്നത് എന്താണ്? പോരാട്ടത്തിലൂടെ അല്ലാണ്ട് ബാക്ക് കുത്തി കൊല്ലുന്ന ഒരു സംഭവം അത് അതിൽ കറക്റ്റായി കാണിക്കുന്നുണ്ട്. അതായത് സംസാരിച്ച് തീർക്കാൻ വരുന്ന സംസാരിച്ച സംഭവം ഒന്ന് പറയാൻ വരുന്ന ഒരാൾ അവിടെ വെച്ച് വെട്ടിയങ്ങ് പോകുന്നു. അതേപോലെ തന്നെ മറ്റേ തുടക്കത്തിലെ മംഗോളിനെ ഒരുത്തിനെ കത്തിച്ച് കളയാനെ ഫൈറ്റിന് ചെല്ലുമ്പോ നേരിട്ട് വരാൻ പറയുമ്പോഴത്തേക്കും ഒരുത്തനെ ജസ്റ്റ് കുടിച്ചോണ്ടിരുന്ന സാക്കൈ അവന്റെ മേത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് കളയും. വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അത് അടിപൊളിയാണ്. പിന്നെ അവരുടെ ഈ കൾച്ചർ കാണിച്ചിട്ടുണ്ട് ആ സ്റ്റോറി ലൈന് ത്രൂ ഔട്ട്. അത് അടിപൊളിയാണ്. മറ്റേ അതിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സീനുണ്ട്. മറ്റേ അവന്റെ അങ്കിളിലെ ഒരു സംഭവം അതിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തുടക്കത്തില്. അതൊക്കെ നമ്മളിന്ന് കാണുമ്പോൾ ഒരു ബിൽഡപ്പ് ഉണ്ട് അതില്. ആ ചെറുപ്പം നമ്മളെ പഠിപ്പിക്കണേ വെറുതെ റാൻഡമായിട്ട് കുറെ സംഭവങ്ങൾ ഇനി അടുത്തത് ഇതാണ് വാക്തറാണ് അങ്ങനെ ആക്കില്ല. കറക്റ്റ് ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തിട്ട് ജാപ്പനീസ് കൾച്ചറും എല്ലാം ഇവര് ഈ ഇടയ്ക്ക് ഇവനിങ്ങനെ ഹോട്ട് ബാത്ത് എടുക്കാൻ പോകും. ആ സീനും അതേപോലെ തന്നെ പ്രെയർ ചെയ്യുന്ന സീന് അതൊക്കെ അടിപൊളിയായിരുന്നു. അത്രയും ആ കൾച്ചറിനോട് ഇണങ്ങി ചേരുമ്പോൾ. അപ്പോൾ ഈ ഇവരൊക്കെ ഗെയിം ഇറക്കുമ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെയും ഇതൊക്കെ പറയുമ്പോൾ പറഞ്ഞാൽ അത് കുറേ കാലം എടുത്തൊരു ഗെയിം ഇറക്കുക. ഒരു ഗെയിമൊക്കെ ഇറക്കും കുറേ വർഷം എടുക്കും. പക്ഷെ നേരെ മറിച്ച് യൂബി സോഫ്റ്റിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ഇങ്ങനെ മിനിറ്റ് അതായത് ഓരോ മാസം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗെയിമുകൾ ഇറക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസാസിൻ ക്രീഡ് സീരീസ് ഇഷ്ടംപോലെ ഗെയിമുകൾ. അപ്പോൾ റോഗ് അതേപോലെ തന്നെ കുറേ ഇഷ്ടംപോലെ ആ സീരീസിന് ഇഷ്ടംപോലെ വൽഹലാവിൻ്റെ കുറേ നമ്മളിപ്പോൾ നോക്കാൻ പോകണില്ല. കാരണം അത് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അസാസിൻ ക്രീഡ് പുതിയ ഇറങ്ങി പറഞ്ഞാൽ അതിപ്പോൾ എല്ലാ വർഷം ഇറങ്ങുന്നില്ലേ പറയും. പക്ഷെ നേരെ മറിച്ച് അതൊരു മാത്രമല്ല അതിൽ നിറച്ച് ബഗ്ഗാ, മാത്രമല്ല അതിലൊരു ഡീപ്പായിട്ട് സ്റ്റഡി വരെ നടത്തണില്ല. പക്ഷെ പണ്ടത്തെ അസാസിൻ ക്രീഡൊക്കെ അങ്ങനെയല്ലേ ഇരുന്നത്. ആ ഇറങ്ങുന്ന സമയത്തൊക്കെ അസാസിൻ ക്രീഡ് 4 3 കളിച്ചവർക്ക് അറിയാം. ന്യൂസ് പേപ്പർ തന്നെ വരുമായിരുന്നു അതിൻ്റെ അത്രയും വലിയ സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ മിക്ക ഗെയിമുകളും റിസർച്ച് നടത്തുന്നില്ല. ഞാൻ ഈ അസാസിൻ ക്രീഡിനെ കുറിച്ച് അറിയുന്ന തന്നെ ന്യൂസ് പേപ്പറിൽ വന്നു. ഇതിൻ്റെ ഏത് വേർഷനാണെന്ന് എനിക്കറിയില്ല. ഒരു മരുഭൂമി അങ്ങനത്തെ സീനെങ്ങാണ്ട് വന്നിട്ടുള്ള ഒരു വേർഷൻ പഴയതാണെന്ന് തോന്നണേ.